കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോണബോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ അർജന്റീനയും ബ്രസീലും തങ്ങളുടെ മത്സരങ്ങളൊക്കെ വിജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന അർജന്റീന ബ്രസീൽ തമ്മിലുള്ള സൂപ്പർ ക്ലാസിക്കാണ് ഈ പറഞ്ഞ ബുധനാഴ്ച 26-ാം തീയതി ബുധനാഴ്ച രാവിലെ 3 മണിക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പോടിയായിട്ടുള്ള ഒരു വാമപ്പ് മത്സരം എന്ന് വേണം പറയാം. വാമപ്പ് മത്സരമല്ല, ഒരു ബിഗ് മാച്ച് തന്നെയായിരുന്നു അർജന്റീനയ്ക്ക് അതുപോലെ ബ്രസീലിനും. അർജന്റീന ശക്തരായ ഉറുഗ്വേനെയാണ് ഇപ്പോൾ 1-0 തോൽപ്പിച്ചിരിക്കുന്നത്. ബ്രസീലാണെങ്കിലെ കൊളംബിയനെ 2-1 തോൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് അർജന്റീന ഉറുഗ്വേ മത്സരത്തിൽ തുടങ്ങാം. 1-0 അൽമേഡ നൽകിയ ഒരു സൂപ്പർ സ്ട്രൈക്ക്, സൂപ്പർ ഗോളിലാണ് ഇന്നലെ ഉറുഗ്വേക്കെതിരെ അർജന്റീന വിജയിച്ചിരിക്കുന്നത്. തികച്ചും ഒരു യങ്സ്റ്റേഴ്സ് നിറഞ്ഞൊരു സ്ക്വാഡായിരുന്നു. സൂപ്പർ താരമായ ലയണൽ മെസ്സിയും ലറ്റോറ മാർട്ടിനസ് ഒന്നും ഇല്ലായിരുന്നു. ഡിപ്പോൾ ആണെങ്കിൽ ഫസ്റ്റ് 11 ഇല്ലായിരുന്നു. അർജന്റീന ഫസ്റ്റ് 11 നോക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയ തിയാഗോ അൽമേഡയും അൽവാരസും സിമിയണയും അടങ്ങുന്ന ഒരു മുന്നേറ്റ നിരയും മെക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും വെറ്ററും പരേഡസും അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡുമായിരുന്നു ഇന്നലെ അർജന്റീന ഫസ്റ്റ് 11 ഉണ്ടായിരുന്നത്. ഡിഫൻഡിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമെന്റിയും റൊമേറയും ഒന്ന് മതിൽ കെട്ടി നിന്ന് വേണം പറയാം. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് മൊലീനയും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ടാഗ്ലോഫിക്കുമായിരുന്നു. ഗോൾ കീപ്പറായിട്ട് മാർട്ടിനസും. ഒരു ശക്തരായ എതിരാളി തന്നെയായിരുന്നു ഉറുഗ്വേ. കാരണം കഴിഞ്ഞ കളിയിലൊക്കെ ബ്രസീലിനെ സമനില തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കൊളംബിയക്കെതിരെ ഉറുഗ്വേ വിജയിച്ചിരുന്ന ആ ഒരു ടീം, ആ ഒരു ശക്തമായ എതിരാളിയെ അവരുടെ തട്ടകത്ത് പോയി വിജയിച്ചിരിക്കുന്നതാണ് ലയണൽ സ്കലോയുടെ പിള്ളേർ. കാരണം ഒരു പറ്റ യങ്സ്റ്റേഴ്സ് ആയിരുന്നു സ്റ്റാർട്ട് ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. സൂപ്പർ താരമായ ലയണൽ മെസ്സിയും ലറ്റോറോ മാർട്ടിനസും ഒന്നും ഇല്ലാതെ തന്നെ അവരെ കൊണ്ട് വിജയിക്കുവാൻ സാധിക്കുമെന്ന് ലയണൽ സ്കലോണി തെളിയിച്ചിരിക്കുകയാണ്. തികച്ചും ഒരു അഭിനന്ദിക്കപ്പെടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ആ പ്ലേസിന്റെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. കാരണം 4 ഓൺ ടാർഗറ്റുകളാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ 4 ഓൺ ടാർഗറ്റുകളും വന്ന ആ വഴി, ആ ലിങ്ക് പ്ലേ വളരെയധികം ഒരു സൂപ്പർ കളിയായിരുന്നു. ആ ഒരു 4 മൊമെന്റത്തിൽ നിന്ന് അവർ കാണിച്ചിരുന്നത്. കാരണം മിഡ്ഫീൽഡിൽ നിന്നും ഓൺ ടച്ച് ഫുട്ബോൾ കളിച്ച ആ അറ്റാക്ക് വരെ പോകുന്നതായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഒരുപാട് സെക്കൻഡ് ഹാഫിലായിരുന്നു ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അധികം അവസരങ്ങളൊന്നും എത്തിയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകളും ഒരു കൺജസ്റ്റ് ആയിട്ടാണ് കളിച്ചിരുന്നത്. കാരണം അധികമൊന്നും അറ്റാക്ക് ചെയ്യാൻ പോയിരുന്നില്ല. അതുപോലെ തന്നെ അർജന്റീന മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ഒരു 2-3 സന്ദർഭങ്ങളിൽ ഒന്ന് പതറി പോകുന്നുണ്ട്. പക്ഷെ അതൊഴിച്ചാൽ പരേഡസിന്റെ അദ്ദേഹത്തിന്റെ ഒരു അർജന്റീന ജയിച്ച ഒരു മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ തന്നെ മെക്കാലിസ്റ്ററും പരേഡസും ഒക്കെ മികച്ചിരുന്നു, മിഡ്ഫീൽഡ് ഭരിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കൂടെ എൻസോ ഫെർണാണ്ടസ് 2-3 ഷോട്ടുകൾ അടിക്കുന്നുണ്ട്. അതുപോലെ ഒരു ബിഗ് ചാൻസ് അദ്ദേഹത്തിന് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഇത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അവരുടേതായ മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. അതിൽ തന്നെ യങ്സ്റ്റേഴ്സ് അൽമാഡ 2 പ്രാവശ്യം ആ ഒരു സൂപ്പർ സ്ട്രൈക്കിന് ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഗോൾ കീപ്പർ റോച്ചിട്ട് അത് തടയുന്നുണ്ട്. 2ാമത്തെ പ്രാവശ്യമാണ് അത് വലയിലേക്ക് ഒരു മനോഹരമായ ഒരു ഗോളായിട്ട് തുളച്ച് കയറുന്നത്. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു 4 ഷോട്ടുകളാണ് ഇരു ടീമിൽ അടിക്കുന്നത്. അതിൽ 2 ഓൺ ടാർഗറ്റുകളാണ്. ഉറുഗ്വേയെ സംബന്ധിച്ച് തികച്ചും ഒരു മോശപ്പെട്ട ഒരു കളി തന്നെയാണ്. കാരണം 2 ഷോട്ടുകളാണ് അവർ അടിക്കുന്നത്. പക്ഷെ ആ 2 ഷോട്ടുകൾക്കും ഒരു പവർ, അതിൻ്റെതായ ഒരു ആക്യുറസി ഇല്ലാത്ത ഷോട്ടുകൾ എന്ന് വേണം പറയാൻ. പക്ഷേ അർജന്റീന ഡിഫൻഡ് അണ്ണൻ ഓട്ടോമെന്റിയും അതുപോലെ തന്നെ റൊമേറയും കട്ടയ്ക്ക് നിന്നിരുന്നെന്ന് വേണം പറയാം. അതുപോലെ തന്നെ കൂടെ ടാഗ്ലോഫിക്കയും മൊളീനയും അതുപോലെ നിന്നിരുന്നു. മിഡ്ഫീൽഡ് തന്നെ അർജന്റീനയ്ക്ക് ഇന്നലെ മിഡ്ഫീൽഡിലൊക്കെ കാര്യമായ മാറ്റം ഇന്നലെ വന്നിരുന്നു. കാരണം എൻസോയും മെക്കാലിസ്റ്ററും അതുപോലെ തന്നെ പരേഡസും ആ മിഡ്ഫീൽഡ് മൊത്തത്തിൽ അങ്ങ് ഉറുഗ്വേ പ്ലേസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അവർ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ത്രൂ പാസുകൾ ഫൈനൽ തേർഡിലേക്ക് ഒരുപാട് പാസുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ മെക്കാലിസ്റ്ററും പരേഡസും റൈറ്റ് വിങ്ങിലുള്ള അൽമാഡിയും തമ്മിലുള്ള ലിങ്ക് പ്ലേ, അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്നും അറ്റാക്കേഴ്സ് തമ്മിലുള്ള ലിങ്ക് പ്ലേ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് മുന്നേറ്റങ്ങൾ അതിലൂടെ വന്നിരുന്നു. ഓൺ ടച്ച് ഫുട്ബോൾ കളിച്ചുള്ള മുന്നേറ്റങ്ങൾ. അതുപോലെ തന്നെ മികച്ചൊരു അവസരം അൽമേഡയ്ക്ക് 2-3 അവസരം, ഒരു അൽവാരസ് നൽകുന്ന ഒരു ത്രൂ ബാൾ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് ടാക്കിൾ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അൽമേഡയുടെ 2 വണ്ടർ സ്ട്രൈക്കിൽ കാണാൻ സാധിച്ചിരുന്നു. അത് അൽമേഡ 2 പ്രാവശ്യം അത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. 2ാമത്തെ ഗോൾ ആവുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഗോൾ വരുന്നത്. അൽവാരസ് നൽകുന്ന ഒരു സ്ട്രൈക്കിൽ അൽമേഡ ഒരു സൂപ്പർ ഗോൾ നേടുന്നുണ്ട്. ആ ഒറ്റ ഗോളാണ് ഇന്നലെ അർജന്റീന വിജയിക്കുന്നത്. തികച്ചും ഒരു ബെറ്റർ പെർഫോമൻസിനാണ് ലയണൽ മെസ്സിയും ലറ്റോറോ മാർട്ടിനസും ഇല്ലാതെ അർജന്റീന പ്ലേയേഴ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും അഭിനന്ദിക്കുന്ന ഒരു കാര്യം ലയണൽ സ്കോളനി എന്ന തന്ത്രജ്ഞാനിയായ ആ കോച്ചിന്റെ മികവ് തന്നെയാണ്. കാരണം ഇനി
മെസ്സിയും ഇല്ലാതെ കളിക്കണം. കാരണം മെസ്സിയുടെ ആ ഒരു പ്രായം ഏറി വരികയാണ്. അപ്പം ഇനി മെസ്സി ഇല്ലാതെ കളിക്കണം, മെസ്സി ഇല്ലാതെ വിജയിക്കണം എന്നൊരു കടമ്പ അവിടെ ഉണ്ട്. അത് തികച്ചും നല്ല രീതിക്കാണ് ഇപ്പം ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ആ സെക്കൻഡ് ഹാഫിലേക്ക് പ്ലേയേഴ്സിന്റെ ആ മാറ്റം, ആ ലിങ്ക് പ്ലേ ഒക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഒരു മറ്റുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മെസ്സി ഇല്ലാതെ ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് ഇന്നലെ അർജന്റീന പ്ലേയേഴ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് തന്നെ യങ്സ്റ്റേഴ്സിന്റെ ആ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സിമിയോണിന്റെ ആ റണ്ണുകളും അതുപോലെ തന്നെ അൽവാരസ് അൽമേഡ തമ്മിലുള്ള ലിങ്ക് പ്ലേക്ക്, അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്നും വരുന്ന ത്രൂ ബാൾസുകൾ, മിഡ്ഫീൽഡും അറ്റാക്കേഴ്സ് തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്നലെ നല്ല രസമായിരുന്നു കാണാം. സെക്കൻഡ് ഹാഫിലാണ് ഒട്ടുമിക്ക ചാൻസുകൾ വന്നത്. അത് 2-3 ഷോട്ടുകൾ ഉറുഗ്വേയുടെ ഗോൾ കീപ്പർ റോച്ചറ്റൊക്കെ തടയുന്നുണ്ട്. അത് തന്നെ അൽമേഡ നേടുന്ന ആ വണ്ടർ സ്ട്രൈക്കിലാണ് അർജന്റീന വിജയിക്കുന്നത്. എന്നാൽ തിരിച്ചു നോക്കുമ്പോൾ ഉറുഗ്വേക്ക് കാര്യമായ ഒരു അറ്റാക്ക് നടത്താൻ സാധിച്ചിരുന്നില്ല. ഒരു 2 ഷോട്ടുകൾ അത് തികച്ചും ആക്യുറസി ഇല്ലാത്ത 2 ഷോട്ടുകളെന്ന് വേണം പറയാം. ഒന്ന് ബെൻഡോഗർ അടിക്കുന്നത്, ഒന്ന് നൂനസ് അടിക്കുന്ന ഷോട്ട്. അത് തികച്ചത് സിമ്പിൾ ആയിട്ടാണ് ഇന്നലെ മാർട്ടിനെ സേവ് ചെയ്തിരുന്നത്. അത് ഒഴിച്ച ബാക്കി കാര്യമായി ഒന്ന് പരീക്ഷിക്കാൻ പോലും ഉറുഗ്വേ താരങ്ങളെ കൊണ്ട് ഇന്നലെ സാധിച്ചിരുന്നില്ല. അപ്പം ഇന്നലെ ബെറ്റർ ആയിട്ട് നിന്നത് അർജന്റീന പ്ലേയേഴ്സ് തന്നെയാണ്. കാരണം മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീല് സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ് എന്ന് വേണം പറയാൻ. കാരണം എല്ലാ പൊസിഷനിലും സൂപ്പർ താരങ്ങളാണ്. ലോകത്തിൽ തന്നെ സൂപ്പർ താരങ്ങൾ ഉള്ള എല്ലാ പൊസിഷനുള്ള ടീമാണ് ഇപ്പൊ ബ്രസീൽ. അപ്പൊ അവരുടെ കളി തന്നെ ഡബിൾ സ്ട്രോങ് കളി എന്ന് വേണം പറയാം. കാരണം ശക്തരായ കൊളംബിയനെ 2-1 ഇപ്പം ബ്രസീൽ തോൽപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത് സൂപ്പർ ക്ലാസിക്കാണ്. അതിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പിടി കളിയിലൊരു മുന്നേറ്റം വരിക അത് ബ്രസീലിന് തന്നെ ആയിരിക്കും. കാരണം വിനീഷ്യസും റോഡിഗ്രയും റാഫിനെയും അടങ്ങുന്ന ആ മുന്നേറ്റം, റാഫിനൊക്കെ ഭയങ്കര മാരക ഫോമിൽ എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ വിനീഷ്യസും റോഡിഗ്രയും റയൽ മാഡ്രിഡിലെ മുന്നേറ്റത്തിലെ കൂടുതലും അറ്റാക്ക് വരുന്നത് വിനീഷ്യസിന്റെ ആ റോഡിന്റെ വിങ്ങുകളിൽ നിന്നാണ്. അപ്പൊ അവരും റാഫിനെയും കൂടെ ആകുമ്പോൾ ബ്രസീൽ ഡബിൾ സ്ട്രോങ് ആണ്. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗൊയ്മറസ്, അതുപോലെ തന്നെ ജോലിൻഡൻ, അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗാർസൻ, അതുപോലെ തന്നെ റാഫിനെയും ഗൊയ്മറസും റോഡിഗ്രയുമായിരുന്നു മിഡ്ഫീൽഡ്. 4-4-2 എന്ന ഫോർമേഷനിലായിരുന്നു ഇന്നലെ ബ്രസീലിൽ ഉണ്ടായിരുന്ന. അവിടെ അറ്റാക്കിംഗ് ആയിട്ട് വണ്ടേഴ്സനും അതുപോലെ തന്നെ മാർക്കീനസും അതുപോലെ തന്നെ ഗബ്രിയലായിരുന്നു അറ്റാക്കേഴ്സ് ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. അറ്റാക്കേഴ്സ് ആയിട്ട് ജാവോ പെഡ്രോയും വിനീഷ്യസുമായിരുന്നു. 4-4-2 എന്ന ഫോർമേഷനിലായിരുന്നില്ല ബ്രസീൽ കളിച്ചത്. പക്ഷെ അത് വന്നപ്പോൾ കളിയിലോട് തുടങ്ങിയപ്പോൾ 4-3-3 എന്ന ഫോർമേഷനിലായി. കാരണം ജാവോ പെഡ്രോ സെന്റർ ഫോർവേഡ് ആയിട്ടും വിനീഷ്യസും റോഡിഗ്രയുമായിരുന്നു വിങ്ങിൽ കളിച്ചിരുന്നത്. അങ്ങനെ ഫസ്റ്റ് വിനീഷ്യസിനെ ഫൗൾ ചെയ്യുന്ന ഒരു പെനാൽറ്റി റഫറി വിധിക്കുന്നുണ്ട്. ആ ഒരു പെനാൽറ്റി റാഫിനെ മനോഹരമായ ഫിനിഷോടെ സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-0 9ാമത്തെ മിനിറ്റിൽ തന്നെ ബ്രസീൽ എത്തുന്നുണ്ട്. പക്ഷെ അതിനുശേഷം കളിച്ച മൊത്തം ബ്രസീൽ തന്നെയാണ്. കാരണം കൊളംബിയ നല്ലൊരു അറ്റാക്ക് കളിക്കുന്ന ടീമാണ്. പക്ഷെ അവരൊക്കെ നിശ്ചലമാക്കിയ ബ്രസീലാണ് കളിച്ചത്. എന്നാൽ 41ാമത്തെ മിനിറ്റിൽ ലൂയിസ് ഡിയാസിന്റെ ഒരു ഗോളിലൂടെ കൊളംബിയ 1-1 എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ അവസാനിക്കാൻ ഇഞ്ചുറി ടൈമിൽ 90 മിനിറ്റ് കഴിഞ്ഞ് 8ാമത്തെ മിനിറ്റിലാണ് വിനീഷ്യസ് ജൂനിയർ ഗോൾ നേടുന്നത്. ഒരു മനോഹരമായ സ്ട്രൈക്ക് ആയിരുന്നു. പക്ഷെ അത് ഡിഫ്ലക്റ്റിലൂടെയാണ് ആ ഗോൾ കയറുന്നത്. പക്ഷെ എങ്കിലും അതിന് സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ മൊത്തം കളിച്ചിരുന്നത് ബ്രസീൽ തന്നെയായിരുന്നു. കാരണം ഒരുപാട് മുന്നേറ്റങ്ങൾ ബ്രസീലിന്റെ അടുത്ത് നിന്നും, ഇപ്പൊ റൈറ്റ് വിങ് ആയിരുന്നാലും ലെഫ്റ്റ് വിങ് ആയിരുന്നാലും ഒരുപാട് മുന്നേറ്റങ്ങൾ, ഒരുപാട് കൊളംബിയയുടെ പോസ്റ്റിൽ വന്നിരുന്നു. അതിന് 2-3 പ്രാവശ്യം അത് ബിഗ് ചാൻസുകൾ വിനീഷ്യസിനും അതുപോലെ തന്നെ റാഫിനെ അടിക്കുന്ന ഒരു ടൈമിൽ ഒരു മൊമെന്റിൽ തന്നെ 2-3 ചാൻസുകൾ ഉണ്ടായിരുന്നു. അത് 2-3 പ്രാവശ്യം ആ ചാൻസുകൾ വന്നിരുന്നു. അങ്ങനെ കൂടുതലും ആധിപത്യം നേടിയുന്നത് ബ്രസീൽ തന്നെയായിരുന്നു. കൊളംബിയക്ക് ഒന്ന് നേരവണ്ണം കളിക്കാൻ, അവരുടെ തനതായ ശൈലി കളിക്കാനൊന്നും സാധിച്ചിരുന്നില്ല. കാരണം ആ ഒരു ഗോൾ ഒഴിച്ച ബാക്കി കുറെ 2-3 ഭാഗികമായിട്ടുള്ള ഒരു ചാൻസിൽ മാത്രമേ ഇന്നലെ അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അത് തന്നെ ജോലിൻഡന്റെ ആ ഒരു പ്രഷറിലാണ് ആ ഗോൾ വരുന്നത്. ജോലിൻഡന്റെ പ്രഷറിലൂടെ ആ ബോള് റോഡിഗ്രസ് തട്ടിയെടുക്കുന്നുണ്ട്. അതൊരു ലൂയിസ് ഡിയാസിന് അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഗോൾ നേടുന്നത്. അലിസിനെ കബളിപ്പിച്ചുകൊണ്ട് ആ റൈറ്റ് മൂലയിലേക്കാണ് അദ്ദേഹം ഗോൾ അടിക്കുന്നത്. ആ 1-1 സമയത്തിൽ വരുന്നത്. അതൊഴിച്ച ബാക്കി എല്ലാ മേഖലകളും ബ്രസീൽ തന്നെയായിരുന്നു സ്ട്രോങ് ആയിരുന്നത്. കാരണം അറ്റാക്കിലും ഡിഫൻഡിലും എല്ലാം ബ്രസീൽ തന്നെയാണ് മികച്ചിരുന്നത്. അലിസിന് വ്യക്തമായ പരീക്ഷിക്കാൻ കൊളംബിയയെ കൊണ്ട് സാധിച്ചിരുന്നില്ല. 1-2 ഭാഗ്യമായ ഒരു ഷോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതൊഴിച്ച ബ്രസീൽ തന്നെയായിരുന്നില്ല മികച്ചിരുന്നിരുന്നത്. അങ്ങനെ ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്നത്
അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഒരു സൂപ്പർ ക്ലാസിക്കയാണ്. അത് തന്നെ ഒരു കൂടി മെച്ചപ്പെട്ട് നിൽക്കുന്നത് ബ്രസീൽ ടീം എന്ന് വേണം പറയാൻ. കാരണം മാർട്ടിനസും മെസ്സിയും ഇല്ലാതെയാണ് ബ്രസീലുമായിട്ടുള്ള ലൈനപ്പ് എന്തായാലും അർജന്റീനയ്ക്ക് വരാൻ പോകുന്നത്. എന്നാൽ തിരിച്ചു നോക്കുമ്പോൾ ബ്രസീലിന്റെ ഓരോ മേഖലകളിലും സൂപ്പർ താരങ്ങൾ അണിനിരിക്കുന്ന ഒരു ബ്രസീലാണ്. അപ്പം എന്തായാലും ഒരു നല്ലൊരു ക്ലാസിക് തന്നെയായിരിക്കും ഈ പറഞ്ഞ ബുധനാഴ്ച വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ